ബിഗ് ബോസ് വീട്ടിൽ രാവിലെ തന്നെ അനുമോൾ കിച്ചണിൽ നിന്നുകൊണ്ട് ഉപ്പുമാവ് തയ്യാറാക്കുന്ന ജോലിയിലാണ്. അടുത്ത് തന്നെ അനീഷൻ നിൽപ്പുണ്ട്. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ നിവിൻ നടന്നു വരുന്നത്. ഇന്നലെ അനുമോൾ ലൈവിലിട്ടിരുന്ന ഒരു സ്കാർഫുണ്ട്, അതെടുത്ത് ചുറ്റിക്കൊണ്ടാണ് നിവിൻ നടന്നു വരുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് അനുമോൾ പറയുന്നത്, അയ്യോ എന്തുവാടാ ഇത്, കഴുകി ഇട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഉണങ്ങിപ്പോലും കാണത്തില്ല, കൊണ്ടിടടാ അവിടെ. അപ്പം നിവിൻ പറയുകയാണ്, എന്തുവാടി ഞാനിതൊന്നും എടുത്തെന്നും പറഞ്ഞ്, എനിക്ക് വേണം, ഇത് എൻ്റെതാണ്, ഇതിനിത് ഞാൻ തരത്തേയില്ല. നെവിൻ പറയുന്നുണ്ട്, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അനുമോൾ ചോദിച്ചു, പിന്നെ അതുകൊണ്ട് അത് ഞാനതുകൊണ്ട് തരത്തില്ല, ഇതെനിക്കാണ്, ഇതെൻ്റെതാണ്, എൻ്റെ പിറക്കാതെ പോയ എൻ്റെ അനുമോൾ ചേച്ചിയുടേത് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കും, എൻ്റെ ഒപ്പം അനുമോളുണ്ടെന്ന് ഞാൻ കരുതും, ഞാൻ ഇവിടുന്ന് പോയാലും ഞാനിത് കൊണ്ടുപോകും. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, കൊണ്ടുപോയിടാം അവിടെ, നിനക്ക് വേറെ എണ്ണം ഞാൻ വാങ്ങിത്തരാം. വേറെ എണ്ണം വേണ്ട, ഇത് തന്നെ മതി, എനിക്കിതാണ് ഇഷ്ടം, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാനങ്ങ് പോയെന്ന് തന്നെ നീ അങ്ങ് കരുതിക്കോ, ഞാനിതിന് ഇത് തരത്തില്ല. അപ്പം അനീഷ് പറയുന്നുണ്ട്, ഇത് കുറച്ച് ഓവറല്ലേ. നെവിൻ ഉടനെ പറയുന്നുണ്ട്, ഇത് ആരെൻ്റെ ഡയലോഗല്ലേ, ഇത് കുറച്ച് ഓവറല്ലേന്ന് അവനല്ലേ എപ്പോഴും പറയുന്നത്. അന്നേരം അനീഷ് പറയാണ്, അതല്ല, ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്, ഇത് നീ ഉപയോഗിക്കുന്നത് ഇച്ചിരി ഓവറല്ലേ എന്നല്ലേ പറഞ്ഞത്. എൻ്റെ അനുമോൾ ചേച്ചിയുടെ സ്കാർഫ് എന്ന് പറഞ്ഞിട്ട് നെവിൻ അത് വിട്ടിട്ട് ഇങ്ങനെ കറക്കുവാണ്, ആ തോളിൽ ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ കറക്കി ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പം ഒരിലൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്, അനുമോളുടെ സ്കാർഫ് എടുത്ത് ചുറ്റിക്കൊണ്ട് നടക്കുന്നത് നോക്കിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട്. നെവിൻ പറയുന്നുണ്ട്, ഒരു സ്കാർഫ് തരുന്നതിനാണോ നിനക്ക് ഇത്ര ബുദ്ധിമുട്ട്? അപ്പോൾ അനുമോൾ പറഞ്ഞു, പോകാൻ നേരത്തല്ലേ. അല്ല, പോകാൻ നേരത്തല്ല, ഞാൻ പോയതായിട്ട് നീ അങ്ങ് കരുതിക്കോ, ഇത് ഇപ്പം മുതൽ ഇത് എൻ്റെതാണ്, ഇനി ഇത് ചോദിക്കരുത്, ഞാനത് തരത്തില്ല. അങ്ങനെ അതുകൊണ്ട് കറങ്ങി ഇങ്ങനെ നടക്കുകയാണ് നെവിന്.